യൂട്യൂബിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന ഒരു വാചകമാണ് അമ്പമ്പോ അടിപൊളി അമ്പോളി. അക്ഷരാർത്ഥത്തിൽ അമ്പോളി എന്ന് പറയുന്നത് അടിപൊളി തന്നെയാണ്. മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ട മേഖലയിൽ സഹ്യാദ്രി മലനിരകളിൽപ്പെട്ട നിരവധിയായ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു വനപ്രദേശമാണ് അമ്പോളി. അമ്പോളിയിലേക്കുള്ള യാത്രയാണ് ഇന്ന്. സാവന്തവാടിയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട് അമ്പോളിയിലേക്ക്. ഇടതൂർന്ന കാട്ടിനുള്ളിലൂടെയുള്ള യാത്ര, ചുരങ്ങൾ കയറിയുള്ള യാത്രയ്ക്കിടയിൽ റോഡരികിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന നിരവധിയായ വെള്ളച്ചാട്ടങ്ങൾ. ഒരു വശത്ത് കുത്തനെയുള്ള താഴ്വാരവും മറുവശത്ത് കുത്തനെയുള്ള മലനിരകളും. ഈ പാതയിൽ അമ്പോളിയിലേക്കുള്ള യാത്രയിൽ സാവന്തവാടിയിൽ നിന്നും അമ്പോളിയിലേക്ക് പോകുന്ന വഴിയിലാണ് അമ്പോളി വെള്ളച്ചാട്ടം. അതീവ മനോഹരമായ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് മഹാരാഷ്ട്രയിലെ സിന്ധുദുർഗ് ജില്ലയിൽപ്പെട്ട അമ്പോളി ഗ്രാമത്തിന് സമീപത്തുള്ള ഈ വെള്ളച്ചാട്ടം. ഏകദേശം 100 മീറ്ററോളം ഉയരത്തിൽ നിന്നാണ് താഴേക്ക് പതിക്കുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ആകർഷണം ഈ സ്റ്റെപ്പുകളാണ്. മുകളിലെ വെള്ളച്ചാട്ടത്തിന് താഴേക്ക് പതിക്കുന്ന ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, അതീവ ശുദ്ധമായ ഈ വെള്ളം താഴേക്ക് നിരവധിയായ സ്റ്റെപ്പുകളിലൂടെ പതിക്കുന്ന കാഴ്ചയാണ് ഇതിൻ്റെ മുഖ്യ ആകർഷണം എന്ന് പറയുന്നത്. മുകളിലെ പടിയിലൂടെ നമ്മൾ നടന്ന് കയറി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ താഴേക്കും. എന്നാൽ പടികൾ കയറുന്നത് ശ്രദ്ധിച്ച് വേണം, വഴുക്കലുണ്ട്. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ കൂറ്റൻ പാറക്കല്ലുകളാണ്. ചവിട്ടുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വഴുതി വീഴാൻ സാധ്യതയുണ്ട്. വേറെ ശ്രദ്ധയോട് കൂടിയിട്ട് സന്ദർശിക്കേണ്ട ഒരു വെള്ളച്ചാട്ടം ആണ് അമ്പോളി വെള്ളച്ചാട്ടം. 20 രൂപയാണ് ഇവിടത്തേക്കുള്ള പ്രവേശന ഫീസ്. നമുക്ക് ഹൈവേയിൽ നിന്ന് തന്നെ വെള്ളച്ചാട്ടം കാണാം. പക്ഷേ വെള്ളച്ചാട്ടത്തിന് അരികിലേക്ക് എത്തണമെങ്കിൽ 20 രൂപ ഫീസ് കൊടുത്ത് ഉള്ളിലേക്ക് കയറണം. സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം മുകളിലെത്താൻ. ഇവിടെയാണെങ്കിൽ വലിയ പാറക്കല്ലുകളാണ്, വഴുക്കലുണ്ടാകും. ഇവിടെ നിന്ന് കുളിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതലുള്ളത്. യുവാക്കളും യുവതികളുമാണ് ഇവിടുത്തെ സന്ദർശകരിൽ കൂടുതൽ. ആകർഷണീയമായ കാഴ്ചയാണ് പച്ചപ്പുകൾക്കിടയിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഒത്തിരി പതിക്കുന്ന വെള്ളച്ചാട്ടം. ഇന്നലെ ഞങ്ങൾ പോകുന്നതിൻ്റെ തലേന്ന് വെള്ളം കുറവായിരുന്നു, മഴ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു നല്ല കാഴ്ച തന്നെയാണ് ഇവിടെ. എല്ലാവർക്കും സന്ദർശിക്കാനും വെള്ളത്തിൽ കുളിക്കാനും പറ്റുമായിരുന്നു. നല്ല മഴയൊക്കെ പെയ്തിരുന്നെങ്കിൽ കുത്തനെയുള്ള വെള്ളച്ചാട്ടത്തിൽ കുളിക്കുക അതീവ ദുഷ്കരമാണ്. സാഹസിക സഞ്ചാരികൾക്കും പ്രകൃതിയെ ആസ്വദിക്കുന്നവർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് അമ്പോളി വാട്ടർഫാൾ. അവധി ദിവസങ്ങളിലും വീക്കെൻഡിലൊക്കെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ എത്തുന്നത്. ഞങ്ങൾ രാവിലെ തന്നെ ഇവിടെ എത്തിയതുകൊണ്ട് വലിയ തിരക്കുണ്ടായിരുന്നില്ല. എന്നാൽ ഉച്ചയോടുകൂടി ഇവിടെ റോഡിൽ ഗതാഗതം തടസ്സപ്പെടും. ഞായറാഴ്ച ആയതിനാൽ നല്ല തിരക്കാണ് അന്ന് ഉച്ചയ്ക്കൊക്കെ ഉണ്ടായിരുന്നത്. അതീവ ഹൃദ്യമായ മനോഹരമായ കാഴ്ചയാണ്. മഹാരാഷ്ട്രയുടെ സിന്ധുദുർഗ് ജില്ല, സാവന്തവാടി, അമ്പോളി, ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ മൺസൂൺ കാലത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ്. മൂടൽമഞ്ഞ്, മഴ, വെള്ളച്ചാട്ടങ്ങൾ,
മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ, വനം, കാട്, വന്യജീവികൾ എന്നുവേണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണ് അങ്കോണി. കൊച്ചു ഗ്രാമമാണ്. ടൂറിസ്റ്റുകളെ ആശ്രയിച്ച് കഴിയുന്ന ഹോട്ടലുകൾ, ചെറിയ തട്ടുകടകൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ചെറിയൊരു ബസ് സ്റ്റാൻഡാണ് ഇവിടെ ഉള്ളത്. നല്ലൊരു യാത്രയാണ്.